നിഷ, ഈ അനിൽകുമാർ പറയുമ്പോൾ ഒരു ഡിസ്ക്ലൈമർ കൂടി കാണിക്കുന്നു. അദ്ദേഹം പറയുന്ന ഇന്നത്തെ ഈ ചർച്ചയ്ക്കുള്ള അഭിപ്രായം മാത്രമാണ്, അത് മറ്റൊരു ചർച്ചയിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളൊരു ഡിസ്ക്ലൈമർ കൂടി കാണിക്കണം. അടിയന്തര പ്രമേയത്തിന് അവതരിപ്പിക്കാത്തതിന്റെ പേരിലും അവിടെ മറ്റേ നോട്ടീസ് ബാനർ കാണിച്ചതിന്റെ പേരിലൊക്കെ പറഞ്ഞല്ലോ. ആ അടിയന്തര പ്രമേയം നടത്തിയപ്പോൾ എന്തുകൊണ്ട് അനുമതി കൊടുത്തില്ല എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ മറുപടി വളരെ കൗതുകത്തോടുകൂടിയാണ്. കാരണം നമുക്ക് കോമഡി ഷോ ആക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹം കൂടുതൽ പോകുന്നില്ല. അനിൽകുമാർ ഇത്തരത്തിലുള്ളതൊന്നും പറഞ്ഞ് സ്വന്തം വിശ്വാസ്യത കളയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അനിൽകുമാറിനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞിട്ടില്ല എപ്പോഴും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്ന് ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ചെമ്പുപാളികൾ എന്ന് നിങ്ങൾ പറയുന്ന സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയതാണോ? ആരോരും കാണാതെ രാത്രി വന്ന് ഇളക്കിക്കൊണ്ടുപോയതാണോ ഇത്? അല്ലല്ലോ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരവോടുകൂടി അത് ചെമ്പ് പാളിയാണെന്ന് എഴുതി കൊടുത്തയച്ചതല്ലേ. സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം ക്ലാഡ് ചെയ്തിരിക്കുന്ന അവിടുത്തെ വസ്തു എങ്ങനെയാണ് ആ ഉത്തരവിൽ ചെമ്പായത്? അവിടെയാണ് ഇതിന്റെ ഏറ്റവും മർമ്മം കിടക്കുന്നത്. കോടതിയും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. കോടതി ഇത് പറഞ്ഞത് എന്താ? കൊള്ളയാണെന്നാണ് കോടതി പറഞ്ഞത്. അമ്പലക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അത് അനിൽകുമാറിനും CPM-നും മാത്രം ബോധ്യപ്പെടാത്തതിന്റെ അല്ല, കള്ളത്തരം പിടിച്ചപ്പോൾ വെപ്രാളമാണ്. എന്തുകൊണ്ട് ദേവസ്വം മന്ത്രിക്ക് ഈ പണിയുണ്ടെന്നേ. ദേവസ്വം മന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോവിയറ്റ് റവല്യൂഷന്റെ കാര്യം പറഞ്ഞല്ലോ, ബാങ്കുകൾ കൊള്ളടി. ആ ബാങ്കുകൾ കൊള്ളയടിച്ച ഒരു കേസിൽ പ്രതിയല്ലേ ദേവസ്വം മന്ത്രി. അപ്പൊ അദ്ദേഹത്തിന് ഇതിനകത്തൊക്കെ മുൻകാല പരിചയമുള്ള ആളാണെന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിനകത്ത് പ്രതിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം വേറെ മുൻ മന്ത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞു. 10 വർഷമായില്ലേ ഭരിക്കാൻ തുടങ്ങിയിട്ട്. ആ ശിവകുമാറിനെ എന്താ പിടിച്ച് അകത്തിടാത്ത, ഇതുവരെ ജയിലിലിടാത്തത്? വെറുതെ ഈ നരേന്ദ്രമോദിയുടെ ഒക്കെ ഭരണത്തിലിരുന്ന് പറയുന്ന പോലത്തെ വാദങ്ങളുമായിട്ട് പറയരുത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വളരെ വ്യക്തമായിട്ട് ഇത് കൊള്ളയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇത് പ്രത്യേക അന്വേഷണം. ഞാൻ ചോദിക്കട്ടെ നിഷ, 2022 ഇത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഇതിനകത്തൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല? എന്തുകൊണ്ട് ആ റിപ്പോർട്ട് ഉൾപ്പെടെ മൂടി വെച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കുമ്പോൾ അത് ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് ആരും അറിഞ്ഞില്ല എന്നുള്ളത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ശരി, പെട്ടെന്ന് പറഞ്ഞു പൂർത്തിയാക്കൂ രാജു, പെട്ടെന്ന്. നോക്കൂ അപ്പോ ഈ പറയുന്ന ഈ കമ്മീഷന്റെ ഇതിനകത്ത് ഉത്തരവ് മുഴുവൻ ഉണ്ടായല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യില്ല? എന്തുകൊണ്ട് ഇത് മൂടി വെച്ചു? 2023 ഹൈക്കോടതിയുടെ വിധിയുണ്ടല്ലോ, കോടതി അറിയാതെ ഒരു സാധനം പോലും പുറത്തു പോകരുത്. നിങ്ങൾ കോടതിയെ അറിയിക്കാതെ ഈ വിവാദത്തിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി, കള്ളനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ 2025 വീണ്ടും എന്തൊരു കൊടുത്തുവിട്ടു. അപ്പൊ ഇത് മുഴുവൻ ഉണ്ടായിരുന്നുവെന്ന് CPM-ന് ബോധ്യം വന്നിട്ടുണ്ട്. PSC ചോദ്യമൊന്നുമല്ല. ഞാനൊന്ന് പറയട്ടെ, 800 ഗ്രാം സ്വർണം ദ്വാരപാലകന്മാരുടെ മേലുണ്ടായിരുന്നു എന്ന് CPM-ന് ബോധ്യമുണ്ടോ ഇപ്പോൾ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്നതെല്ലാം CPM കമ്മിറ്റി കൂടി തീരുമാനിച്ചല്ല, രാഷ്ട്രീയ തീരുമാനമില്ല ഇതിൽ. ഞാൻ ദേവസ്വത്തിന്റെ രജിസ്റ്റർ, ആ രജിസ്റ്റർ വെച്ച് മനോരമ റിപ്പോർട്ട് ശരിയാന്ന് നിങ്ങൾ ഈ ചർച്ച പറഞ്ഞു. ആ റിപ്പോർട്ടിനകത്ത് ഞാൻ പാർട്ടിയുടെ വക്താവായതുകൊണ്ട് ദേവസ്വം രേഖയെല്ലാം ഞാൻ വായിക്കാൻ നടക്കുക. ഞങ്ങൾക്കെല്ലാം വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ദേവസ്വത്തിന്റെ രജിസ്റ്റർ ഉണ്ടാക്കാൻ യോഗ്യം. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് അവിടെ സ്വർണ്ണമാണോ ചെമ്പാണോ ഞങ്ങൾ നോക്കാൻ നടക്കുക. ആ മനോരമ വായിച്ചത് നിങ്ങളുടെ ദേവസ്വത്തിന്റെ രേഖയാ. മനോരമയ്ക്ക് ദിവ്യദൃഷ്ടിയൊന്നുമില്ല, ദേവസ്വത്തിന്റെ രേഖ വായിച്ചു. ആ രേഖ നോക്കിയിട്ട് മനോരമ റിപ്പോർട്ട് ചെയ്തത്. പറയട്ടെ, ശരി, നിങ്ങൾ നോക്കുന്നില്ല, നിങ്ങൾ അഴിച്ചുകൊണ്ട് പോകുന്ന ആരെങ്കിലും കൊണ്ടുപോകുന്നതൊന്നും നോക്കുന്നില്ല. മനോരമ നോക്കിയപ്പോൾ 800 ഗ്രാം ദ്വാരപാലകന്മാരുടെ മേലുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞു. താങ്കൾ അത് പലതവണ ഉദ്ധരിച്ചു. അപ്പോഴെന്റെ ചോദ്യം, ദ്വാരപാലകന്മാരുടെ മേൽ 800 ഗ്രാമെങ്കിലും സ്വർണ്ണം ഉണ്ടായിരുന്നു എന്ന് CPM സമ്മതിക്കുന്നുണ്ടോ? ദ്വാരപാലക ശില്പത്തിൽ എത്രത്തോളം സ്വർണം പതിഞ്ഞു എന്നുള്ളത് വിജയമല്ലി അത് സമർപ്പിച്ച കാലത്ത് ദേവസ്വത്തിൽ രേഖയുണ്ട്. ഞാൻ പറയട്ടെ സാർ, ഇതെന്താ ഇപ്പൊ ഇത് ഈ ചർച്ചയിൽ ഇങ്ങനെ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് CPM-ന്റെ ആൾക്കാർ വന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളമാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. നോക്കൂ, ഇതിന്റെ ഗൂഢാലോചന തുടങ്ങുന്നത്, ഞാൻ എപ്പോഴും പറഞ്ഞു, ഗൂഢാലോചന തുടങ്ങുന്നത് 2019 ഉത്തരവിലാണ്. 2019 ഉത്തരവിൽ
ഈ കൊടുത്തുവിട്ട പാളികൾ ചെമ്പ് പാളിയാണെന്ന് ഉത്തരവിൽ വന്നത് എങ്ങനെ? ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ ലഭിച്ചത് എനിക്ക് തന്നുവിട്ടത് ചെമ്പ് പാളിയാണ്, അതിൻ്റെ ഉത്തരവാണ് അതിനുള്ള തെളിവ്. വളരെ കൃത്യമായിട്ട് ഉത്തരവിൽ സ്വർണ്ണപ്പാളി എന്നതിന് പകരം ചെമ്പ് പാളി എന്നാക്കിയിരിക്കുന്നു. അത് ചെമ്പായിരുന്നില്ല, UB ഗ്രൂപ്പ് കൊടുത്തത് ചെമ്പായിരുന്നില്ല എന്നുള്ളതും 30 കിലോയ്ക്ക് മേലെ അതിൽ സ്വർണം ഉണ്ടായിരുന്നുള്ളതും അതിനകത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായ ഫോട്ടോകളും റിപ്പോർട്ടുകളും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണപ്പാളി 2019 ഉത്തരവിൽ ചെമ്പ് പാളി ആയത് എങ്ങനെ? അതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡ് അദ്ദേഹത്തിൽ കണ്ട ക്രെഡൻഷ്യൽസ് എന്താണ്, വിശ്വസനീയത എന്താണ്? സാമ്പത്തികമായും വൈകാരികമായും വിശ്വാസപരമായും മൂല്യമുള്ള ഇത്രയും വലിയൊരു കാര്യം ഇയാൾക്ക് കയ്യിൽ ഏൽപ്പിച്ചു വിടാൻ ഈ ആളിൽ ദേവസ്വം ബോർഡ് കണ്ട വിശ്വാസ്യത എന്താണ്? അപ്പൊ ആ വിശ്വാസ്യത തെളിയിക്കാനായിട്ട് ഇതുവരെ ദേവസ്വം ബോർഡിന് സാധിച്ചിട്ടില്ല. ഇനി അത് മാത്രമല്ല, 2022 ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ദേവസ്വം കണ്ടുപിടിച്ചിട്ടുണ്ട്. മഹസറിലെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദേവസ്വം ഇത്തരത്തിലുള്ള കള്ളത്തരം, ഇതിനകത്ത് തട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് 2022 തന്നെ ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഇതിനകത്ത് നടപടിയെടുത്തില്ല? ഇപ്പൊ കോടതി ഇത് സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണല്ലോ ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത്. അപ്പൊ ദേവസ്വം ബോർഡിന് അറിവുണ്ടായിട്ട് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? 4, ദേവസ്വം ബോർഡിന് അറിവുണ്ടായിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, കള്ളനാണെന്നും ഇത് തട്ടിപ്പ് നടത്തിയതാണെന്നും അറിഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2025 വീണ്ടും ദ്വാരപാല ശില്പത്തിന്റെ ഇതിന് ചെയ്യുന്നതിന് വേണ്ടി, കൊടുത്തുവിടുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് വിളിച്ചത് എന്തിന്? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ കൂട്ടി വായിച്ചാൽ ഇത് ആസൂത്രിതമായി CPM-ന്റെ ഏറ്റവും ഉന്നത നേതൃത്വം, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുൾപ്പെടെ തുടർച്ചയായി വന്നവർ എല്ലാവരും ഉൾപ്പെടെ കരുതിക്കൂട്ടി നടത്തിയ കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. നോക്കൂ, സോവിയറ്റ് റിപ്പബ്ലിക് നടന്ന സമയമുണ്ടല്ലോ, ആ റിപ്പബ്ലിക് നടന്ന സമയത്ത് സ്റ്റാലിൻ ആക്രമിച്ചത് ബാങ്കുകളെയും ആരാധനാലയങ്ങളെയാണ്. അവിടെ നിന്നാണ് പണം കണ്ടെത്താൻ വേണ്ടി ചെയ്ത് കൊള്ളയടിച്ചത്. അങ്ങനെ സ്റ്റാലിന്റെ റഷ്യയിലെ ബാങ്ക് കൊള്ളയും ആരാധനാലയങ്ങളുടെ കൊള്ളയുമായി കേരളത്തിൽ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ പോലെ സോമൻ അവതരിപ്പിച്ച ശേഖരന്റെ കഥാപാത്രത്തിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത്. പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ളയാണിത്. അതുകൊണ്ടാണ് യാതൊരു നടപടിയും മാറി മാറി വന്ന ദേവസ്വം പ്രസിഡന്റുമാരെടുക്കാഞ്ഞത്. ഈ വിഷയം പുറത്തു വന്നപ്പോൾ ആ ദേവസ്വം പ്രസിഡന്റുമാർക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തങ്ങൾ പെടാൻ പോകുന്നു മനസ്സിലായി. ആ തങ്ങൾ പെടാൻ പോകുന്നു മനസ്സിലായപ്പോഴാണ് അനന്തഗോപൻ ഉൾപ്പെടെ ഇതിനു മുമ്പുള്ള മറ്റേ അദ്ദേഹം പത്മകുമാർ ഉൾപ്പെടെ പരസ്പരം പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളങ്ങൾ മുഴുവൻ ഇവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. കാരണം ഇതെല്ലാം കള്ളന്മാരാണ്, കള്ളന് കഞ്ഞിവെച്ചവരല്ല, കള്ളന്മാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇന്നിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനകത്തെല്ലാം കള്ളൻ തോന്നിയത്. അങ്ങനെയാണെങ്കിൽ അനിൽകുമാർ പറയേണ്ടത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടാൻ വേണ്ടി തീരുമാനിച്ച ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് എന്ത് യോഗ്യതയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കണ്ടത്? തിരുവാഭരണം കമ്മീഷണർ കോൺഗ്രസിന്റെ അപ്പോയിന്റ്മെന്റ് അല്ലല്ലോ. നിങ്ങൾ പറയുന്ന ഉദ്യോഗസ്ഥർ മുഴുവൻ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് അല്ലേ? അതിനെ ഹെഡ് ചെയ്തത് നിങ്ങളുടെ ദേവസ്വം പ്രസിഡന്റ് അല്ലേ? എന്നിട്ട് ഉദ്യോഗസ്ഥരാണ് അതിന് ഉത്തരവാദികൾ എന്ന് പറയുന്ന എന്തു മരമണ്ടത്തരമാണ് വിളിച്ചു പറയുന്നത്? CPM-ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? CPM-ന് ബോധ്യപ്പെട്ട് നിശ ഈ പറയുന്ന മടിക്കുത്തിൽ കനമില്ലാത്ത G. സുധാകരൻ എന്ന് പറഞ്ഞു കൊള്ളയിൽ നമ്പർ 1 ഇല്ലേ? കൊള്ളയിൽ പങ്കാളിയായ കടകംപള്ളി സുരേന്ദ്രനും വാസവനും നെട്ടോട്ടോടെയാണ്. മടിക്കുത്തിൽ കരമില്ലാത്ത സുധാകരൻ പറഞ്ഞു സ്വർണ്ണപ്പാളി കൊണ്ടുപോയി കൊള്ളയിൽ നമ്പർ 1. ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ ആണ് കേരളത്തിലെ സർക്കാർ. അതിനുവേണ്ടി മുഴുവൻ സംവിധാനങ്ങളെയും അട്ടിമറിച്ച അമ്പലം കൊള്ള നടത്തിയ അമ്പലം വിഴുകികളാണ് ഈ CPM-കാർ. അതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനൊക്കെ നെട്ടോട്ടോടുന്ന കാര്യത ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ 2 ദേവസ്വം കമ്മീഷണർമാർ അവസാനം ദേവസ്വം മന്ത്രി